അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ഓരോ പ്രവാചകന്മാരുടെ, ഓരോ മഹാരഥന്മാരുടെ ജീവിത കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. ഇന്ന് മരിച്ച് ജീവിച്ച പ്രവാചകൻ, സ്വർഗത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരൊരു പ്രവാചകനാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കഥ പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഹ്നൂഹ് എന്നാണ് യഥാർത്ഥ പേര്. പിന്നീടാണ് ചരിത്രത്തിൽ ഇദ്രീസ് എന്ന പേര് വരാൻ കാരണമെന്നാണ് ഇറാഖിലെ ബാബിൽ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബാബിലോണിയ, അവിടെയാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനനം കൊള്ളുന്നത്. മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയായിരുന്നു എന്നാണ് ചരിത്രം പറയുക. അങ്ങനെ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നുബുവത്ത് നൽകി. ആ നുബുവത്ത് നൽകിയപ്പോൾ ഇദ്രീസ് നബിയെ കൊണ്ട് വിശ്വസിച്ചതായ ഒരു വിഭാഗം ആളുകൾ, ഇദ്രീസ് നബിയെ കൊണ്ട് വിശ്വസിക്കാത്ത മറ്റൊരു വിഭാഗം ആളുകൾ. ഇദ്രീസ് നബിയെ കൊണ്ട് വിശ്വസിച്ചത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഹാബീലിന്റെ സമുദായത്തിലെ ആളുകൾ. ഹാബീലിനെ വിശ്വസിച്ചവർ, ഹാബീലിന്റെ പിന്മുറക്കാരാണ് ഇദ്രീസ് നബിയെ കൊണ്ട് വിശ്വസിച്ചത്. എന്നാൽ ഹാബീലിനെ കൊന്ന കാബീലിന്റെ പിന്മുറക്കാർ ഇദ്രീസ് നബിയെ കൊണ്ട് അവിശ്വസിക്കുകയും ഇദ്രീസ് നബിയെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. മുൻഗാമികളായ പ്രവാചകന്മാർക്ക് ശത്രുക്കളിൽ നിന്നും എന്തെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഇദ്രീസ് നബിക്ക് ഉപദ്രവങ്ങൾ ഏറ്റുന്നാണ്. അങ്ങനെ ഇദ്രീസ് നബി തീരെ നിർവാഹമില്ലാതെ വന്നപ്പോൾ തന്നെ കൊണ്ട് വിശ്വസിച്ചതായ ആ കുറഞ്ഞ വിഭാഗത്തോട് പറഞ്ഞ, ജനങ്ങളെ, നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല. നമുക്ക് ജന്മം തന്ന, നമുക്ക് അഭയം തന്ന നമ്മുടെ വീടും പാർപ്പിടവും കൃഷിയൊക്കെ ഇവിടെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇനി നിൽക്കാൻ പറ്റൂല. നമുക്ക് മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോകാം, മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകാം. ആളുകൾ ചോദിച്ചു, ഇദ്രീസ് നബിയെ, നിങ്ങൾ പറയണതൊക്കെ ശരി തന്നെ. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ പാനീയം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ കൃഷി, കച്ചവടം, ഇതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് പോയാൽ വെള്ളവും വെളിച്ചമൊക്കെ എവിടെ കിട്ടുക? ഭക്ഷണമൊക്കെ എവിടെ നിന്നാ കിട്ടുക? ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ജനങ്ങളെ, എൻ്റെ പടച്ചവൻ, നമ്മുടെ പടച്ചവൻ ബാബിലോണിയുടെ മാത്രം പടച്ചവനല്ല, ലോകത്തിന്റെ മുഴുവൻ പടച്ചവനാണ്. എവിടെ ചെന്നാലും അള്ളാഹു നമുക്ക് ഭക്ഷണം തരുമെന്ന് ഉറപ്പ്. അവനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോ. തവക്കൽതു അലല്ലാഹ്, റബ്ബിനെ നിങ്ങൾ തവക്കുലാക്കിക്കോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നമ്മൾ ആദം നബിയുടെ ചരിത്രം പറയുന്നത് മുതലേ ഈ ഒരു ദിക്ർ എല്ലാ പ്രവാചകന്മാരുടെയും ചുണ്ടിലൂടെ നടന്നുപോയ, ഒഴിഞ്ഞുപോയ, പറഞ്ഞുപോയ ഒരു ദിക്റാണ്. ഇദ്രീസ് നബിയും പറഞ്ഞു, തവക്കൽതു അലല്ലാഹ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അങ്ങനെ അവർ യാത്ര പോയി എന്നാണ്. ഇറാഖിലെ ബാബിലോണിയയിൽ നിന്നും യാത്ര തിരിച്ചു. കുറേ നാടുകൾ സഞ്ചരിച്ച് അവർ പരിശുദ്ധമായ ചരിത്രങ്ങളുടെ കഥ പറയുന്ന ഈജിപ്ത് എന്ന് പറയുന്ന നാട്ടിലെ മിസ്ർ എത്തിയെന്നാണ്. ഇൻഷാ അല്ലാഹ് മിസ്റിന്റെ ചരിത്രം ഒരുപാട് നമുക്ക് വരും ദിവസങ്ങൾ പറയാനുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം പറയാനുണ്ട്, അതുപോലെ മൂസാ നബിയുടെ ചരിത്രം പറയാനുണ്ട്, പിന്നെ നഫീസത്തുൽ മിസ്രിയാബിയുടെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് മിസ്ർ, ഈജിപ്ത് പ്രഗത്ഭമാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസം നമുക്ക് ഓരോ ചരിത്രങ്ങളും കേൾക്കാം കഥകളിലൂടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ എന്തുണ്ടായി? ഈജിപ്തിലെത്തി. അവർ ഈജിപ്തിലെ മിസ്റിന്റെ നൈൽ എന്ന് പറയുന്ന നദീതീരത്തെത്തി. ആ നൈലിന്റെ തീരത്ത് അവർ ടെന്റടിച്ചു എന്നാണ്. നൈലിന്റെ തീരത്ത് അവർ ടെന്റടിച്ച് താമസിക്കാൻ തുടങ്ങി. ആദ്യമായി കെട്ടിടം പണിത്, അതായത് കല്ലുകളൊക്കെ വെച്ച് കെട്ടിടം, ലോക ചരിത്രത്തിൽ ആദ്യമായി കല്ലുകൾ വെച്ച് കെട്ടിടമുണ്ടാക്കി താമസിച്ചത് ഇദ്രീസ് നബിയാണെന്നാണ് ചരിത്രം. അതുപോലെ ആദ്യമായി പേന ഉണ്ടാക്കിയത് ഇദ്രീസ് നബിയാണ്. ആദ്യമായി പേപ്പർ ഉണ്ടാക്കി എഴുതിയത് ഇദ്രീസ് നബിയാണ്. ഈ നൈലിന്റെ തീരത്ത് പാപ്പറസി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയിൽ നിന്നുമാണ് അദ്ദേഹം ആ ചെടിയുടെ ഇലയെടുത്ത് ഉണക്കി പേപ്പറാക്കി ഉപയോഗിച്ച് എഴുതുമായിരുന്നു എന്നാണ്. പിന്നീട് ഇപ്പോഴും പാപ്പറസി എന്ന ചെടിയിൽ നിന്നുമാണ് പേപ്പർ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് തുടങ്ങിയത് ഇദ്രീസ് നബിയാണെന്നാണ് ചരിത്രം. അതുപോലെ വാളും കുന്തവും ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗങ്ങളും ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അളവിന്റെയും തൂക്കത്തിന്റെയും പാത്രം കണ്ടുപിടിച്ചത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതോടൊപ്പം തന്നെ ആദ്യമായി അന്ന് വരെ ആദം നബി മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും വസ്ത്രധാരണകൾ തോലുകൊണ്ടുള്ള വസ്ത്രങ്ങളാണ്, ഇലകളും തോലുകളും കൊണ്ടുള്ള വസ്ത്രങ്ങളായിരുന്നു എന്നാണ്. പക്ഷേ നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയ, തയ്ച്ചുണ്ടാക്കിയ വസ്ത്രം ആദ്യമായി ധരിച്ചതും തയ്ക്കാൻ തുന്നലാദ്യമായി തുടങ്ങിയതും മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വസ്ത്രമെടുക്കും,
തുന്നാൻ വേണ്ടി തുണിയെടുക്കും. ആ തുണിയെടുത്ത് ഇങ്ങനെ ഓരോന്ന് നെയ്ത് തുണിയുണ്ടാക്കും. ആ നൂലിൽ നിന്ന് തുണി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഓരോ വസ്ത്രങ്ങളാക്കി മാറ്റുമ്പോൾ ഓരോ സൂചി കുത്തുമ്പോഴും സുബ്ഹാനല്ലാഹ്, ഓരോ സൂചി കുത്തുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ പറയും. തയ്യലൊക്കെ ചെയ്യുന്ന, തയ്യൽ ജോലി ചെയ്യുന്ന, തുന്നൽ ജോലി ചെയ്യുന്ന ഉമ്മമാർ, സഹോദരിമാർ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഉമ്മ, നിങ്ങളിത് നിസ്സാര പണിയല്ല, പ്രവാചകന്മാർ ചെയ്ത പണിയാണ്. ഓരോ സൂചി കുത്തുമ്പോഴും സുബ്ഹാനല്ലാഹ്, ഓരോ സൂചി എടുക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു. ഈ ദിക്റിന്റെ ആദിത്യം കണ്ട മലക്കുകൾ പോലും കൂട്ടുകൂടാൻ വന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ 65 വയസ്സായി ഇദ്രീസ് നബിക്ക്. 65 വയസ്സായി. 65 വയസ്സായപ്പോൾ അള്ളാന്റെ കൽപ്പന, ഈ മിസ്റിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി കൽപ്പന. അങ്ങനെ ചരിത്രത്തിൽ കാണാം 65ാമത്തെ വയസ്സിലാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. അതിലൊരു കുട്ടി ഉണ്ടായി എന്നാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം നട്ടുച്ച സമയം, ഇനിയാണ് ചരിത്രം ശ്രദ്ധയോടെ കേൾക്കാനുള്ളത്. നട്ടുച്ച സമയത്ത് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നടക്കുകയാണ് വഴിയിലൂടെ. ശക്തമായ ചൂടെന്ന് പറയാൻ ഇദ്രീസ് നബി ഇങ്ങനെ വിയർത്തൊഴുകുകയാണ്. അങ്ങനെ തളർന്നു വന്ന് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചാരി കസേരയിൽ തൻ്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ച്, പടച്ചവനെ, കുറഞ്ഞ ദൂരം മാത്രമേ ഞാൻ നടന്നോളൂ, കുറഞ്ഞ സമയം മാത്രമേ ഞാൻ വെയിൽ കൊണ്ടോളൂ. എന്നാൽ ഈ ഇദ്രീസ് എന്ന് പറയുന്ന ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ മഹ്ശറയിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ അവിടെ 500 കൊല്ലമെങ്കിലും നിൽക്കേണ്ടി വരും. ഇവിടുത്തെ എത്രയോ വർഷങ്ങളാണ് അവിടുത്തെ ഒരു ദിവസം തന്നെ. പടച്ചവനെ, എങ്ങനെയാണെങ്കിൽ ആ മഹ്ശറയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹു നമുക്കൊക്കെ മഹ്ശറ എളുപ്പാക്കി തരട്ടെ. പ്രവാചകങ്ങളുടെ ചിന്തയാണ് വെയിൽ കൊണ്ടപ്പോൾ മഹ്ശറ ഓർത്ത പ്രവാചകന്മാർ. ഇദ്രീസ് നബി ചിന്തിച്ച, പടച്ചവനെ, എങ്ങനെയാണ് മഹ്ശറ ഇപ്പോൾ നിൽക്കേണ്ടി വരിക? അള്ളാഹിന്റെ പ്രവാചകന്റെ ചിന്തയാണ്. അപ്പോൾ നമ്മുടെ ചിന്ത എത്രമാത്രം കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ഇദ്രീസ് നബി ചിന്തിച്ചു, പടച്ചവനെ, അതവിടെ മാറ്റി വെക്കാം. എന്നാലും ഈ സൂര്യൻ ഇത്രമാത്രം കിലോമീറ്റർ, കോടിക്കണക്കിന് ദൂരം അകലത്തിലുള്ള സൂര്യന്റെ ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സൂര്യന്റെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന മലക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മലക്ക് കൈകാര്യം ചെയ്യണമല്ലോ. ഇപ്പൊ ഇടിയും മഴയും ഒക്കെ ചെയ്യുന്ന ഓരോ മലക്കുകൾക്ക് ഒരു ഡ്യൂട്ടിയാണല്ലോ, മലക്കുകൾക്ക് ജോലിയുണ്ട്. അപ്പൊ ഈ സൂര്യന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മലക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിച്ചിട്ട് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഖഫിഫ് അൻഹും മിൻ സിഖലിഹാ, പടച്ചവനെ, ആ മലക്കിന്റെ ജോലി ഭാരം നീ കുറച്ചു കൊടുക്കണേ, മലക്കിന്റെ ജോലി ഭാരം നീ കുറച്ചു കൊടുക്കണം. ഇദ്രീസ് നബി ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ മലക്ക് ജോലി ചെയ്യാൻ വേണ്ടി സൂര്യൻ ഉദിച്ചു. ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടപ്പോൾ അള്ളാഹിനോട് മലക്ക് പറഞ്ഞു, പടച്ചോനെ, സാധാരണ നല്ല ഭാരമുള്ള, നല്ല കടുപ്പമുള്ള ജോലിയാണ് എൻ്റെ, എനിക്ക് പരാതിയില്ല, സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് എനിക്ക് എന്താ ഒരു ക്ഷീണമില്ല, ഒരു ജോലി ചെയ്തെന്ന് തോന്നിയിട്ടില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. അള്ളാഹു പറഞ്ഞു എന്നാണ് മലക്കെ. അതെന്തെന്നറിയോ? എൻ്റെ പ്രവാചകൻ ഇദ്രീസ്, അബ്ദി ഇദ്രീസ, എൻ്റെ ഇദ്രീസ് എന്ന് പറയുന്ന പ്രവാചകൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ ഞാൻ സ്വീകരിച്ചു. നിന്റെ ജോലി ഭാരം കുറച്ചു കൊടുക്കണേ എന്നാണ് എന്നോട് ദുആ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. മലക്കിന് വല്ലാത്ത സന്തോഷം. മലക്ക് ഇദ്രീസ് നബിയെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അള്ളാഹ് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, പടച്ചോനെ, ഒരാഗ്രഹം, എനിക്കും അദ്ദേഹത്തിനും ഇടയിൽ ഒരു സൗഹൃദ സംഭാഷണം, അദ്ദേഹത്തുമായി കൂട്ടുകൂടാൻ എനിക്കൊരു അവസരം തരണം. അള്ളാഹ് അനുവാദം കൊടുത്തു എന്നാണ്. അങ്ങനെ ആ മലക്ക് ഇദ്രീസ് നബിയെ കാണാൻ വേണ്ടി കടന്നു വന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് കുറേ നേരം സംസാരിച്ചു. വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും ദുആ വസിയത്തുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്കൊരു ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ചോദിച്ചോളി. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരം നാളല്ലേ, ചോദിച്ചോളി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ ഞാൻ ചെയ്തു തരാം. ആ സമയത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് അവധി നീട്ടിക്കിട്ടണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടണം, ദീർഘായുസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. എനിക്ക് കുറച്ചുകൂടി ഇബാദത്ത് എടുക്കാൻ ആഗ്രഹം. അല്ലാതെ വീട് വെക്കണം, ആഹ്ലാദിക്കണം, സന്തോഷത്തോടെ ജീവിക്കണമെന്നല്ല, കുറച്ചുകൂടിയൊക്കെ ഇബാദത്തും പ്രബോധനവും നടത്തണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്കതൊന്ന് സാധിപ്പിച്ചു തരണം. പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ അസ്റായിലിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മലക്ക് കയറിപ്പോയി. അസ്റായിലിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇസ്രായേലേ, ഞാൻ ഇന്ന പ്രവാചകനെ കണ്ടു, എൻ്റെ ജോലിഭാരം കുറച്ചയാളാണ്, ദിക്ർ ചൊല്ലുന്നയാളാണ്, വലിയ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു, നീ സാധിപ്പിച്ചു കൊടുക്കുമോ? എൻ്റെ ആഗ്രഹം ആ മനുഷ്യൻ്റെ ആയുസ്സൊന്ന് നീട്ടിക്കിട്ടണം. അപ്പോൾ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മലക്കെ, അതെൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഞാനതിൻ്റെ ജോലിക്കാരൻ മാത്രമാണ്, എൻ്റെ മുതലാളി പടച്ചോന, റബ്ബിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യാം? തീരുമാനത്തിലാക്കാം. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അള്ളാഹിനോട് കാര്യം ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, നീട്ടിക്കൊടുക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തേക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അസ്റായിൽ പറഞ്ഞു, പടച്ചോനെ, എന്തായാലും റൂഹിനെ പിടിക്കാൻ ഞാൻ ആ മനുഷ്യനടുക്ക് പോകും, എന്നാലും അതിന് മുന്നേ എനിക്ക് ആ മനുഷ്യനായിട്ടൊന്ന് സംസാരിക്കാൻ, ഒന്ന് കൂട്ടുകൂടാൻ ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, പോയി സംസാരിക്കാൻ പറഞ്ഞു. ആ മലക്ക് നേരെ അസ്റായിൽ എന്ന മലക്ക് ഇദ്രീസ് നബിയെ കാണാമെന്ന് കുറേ നേരം സംസാരിച്ചു. അവധി നീട്ടിക്കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്ക് 3 ആഗ്രഹമുണ്ട്. ഇദ്രീസ് നബി പറയാം, എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്. എന്താണ് ആഗ്രഹം? ഒന്ന്, എനിക്ക് മരണവേദന ഒന്ന് അറിയണം.
അപ്പോൾ അസ്രായേൽ ചോദിച്ചു, അതെന്തിനാ, എനിക്ക് ആയുസ് കൂട്ടിക്കിട്ടിയില്ലേ? അപ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ആയുസ് കൂട്ടിക്കിട്ടിയ ചോദിച്ചു, അതെനിക്ക് അള്ളാഹ് തരാമെന്ന് പറഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ മരണവേദന എന്താണെന്ന് അറിയുന്നതിന് കാരണം ആ മരണത്തിൻ്റെ വേദനയുടെ തീവ്രത മനസ്സിലാക്കി എനിക്ക് ഇബാദത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. ഇബാദത്തിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിനെ കൂടുതൽ ഭയപ്പെടാനും കഴിയും. അതുകൊണ്ട് എനിക്ക് മരണവേദന അറിയണം. അള്ളാഹുവിനോട് അസ്രായേൽ ചോദിച്ചു, പടച്ചോനെ, ഇദ്രീസ് നബിയുടെ ആഗ്രഹം ഇന്നതാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹ് പറഞ്ഞു, മരിപ്പിക്കാൻ പറഞ്ഞു. മരിപ്പിച്ചോളി, നമ്മുടെ ജീവൻ കൊടുക്കാൻ പറഞ്ഞു. മഹാനായ അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഇദ്രീസ് നബിയുടെ റൂഹിനെ പിടിച്ചു. വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടു എന്നാണ് ചരിത്രം പറയുക. ആ മരണവേദന കഴിഞ്ഞു, മഹാരഥൻ മരണപ്പെട്ടു. രണ്ടാമത് വീണ്ടും അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹിനെ മടക്കി കൊടുത്തു, ജീവിപ്പിച്ചു. ചോദിച്ചു, എങ്ങനെയുണ്ട്? അസ്രായേലിനോട് മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മരണം കളിയല്ല, മരണത്തിന്റെ വേദന വല്ലാത്ത അത്യത്ഭുതമാണ്, പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറം ഒരു ഫീലിംഗ് ആണ്, അനുഭവമാണ് മരണമെന്ന് നബിയുല്ലാഹി ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. ആഗ്രഹമൊക്കെ തീർന്നോ? മരണവേദന അറിഞ്ഞപ്പോഴേ വേദനയൊക്കെ ആഗ്രഹങ്ങളൊക്കെ തീർന്നോ? ഇദ്രീസ് നബി, അങ്ങനെയൊന്നും തീരൂലപ്പാ, എനിക്ക് രണ്ടാമതൊരു ആഗ്രഹമുണ്ട്. അതെന്താഗ്രഹം? രണ്ടാമത് നരകം കാണണം. അപ്പൊ ഇദ്രീസ് നബിയോട് അസ്രായേൽ ചോദിച്ചു, വേണോ നബിയെ? വെച്ച് കടുപ്പുള്ള കാര്യ, മരണം വേണമെന്ന് പറഞ്ഞു കൊടുത്തു, നരകം കാണണമെന്ന് പറഞ്ഞപ്പോ അസ്രായേൽ ചോദിച്ചു എന്നാണ്, അത് പണി വേണോ? കുറച്ച് കടുപ്പുള്ള കാര്യ പറഞ്ഞു, പ്രശ്നമില്ലേ, കണ്ടേ മതിയാകും. അള്ളാഹിനോട് അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, പടച്ചോനെ, ഒന്നുകൊണ്ടേ കാണിച്ചോട്ടെ, എന്റെ കൂട്ടാന്റെ ആഗ്രഹമല്ലേ? അള്ളാഹ് പറഞ്ഞു, കാണിച്ചേക്കാൻ പറഞ്ഞു. മഹാനായ ഇദ്രീസ് നബിയെയും കൊണ്ട് അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിന്റെ കവാടത്തിൽ ചെന്നു. അവിടെ മാലിക് അലൈഹി സ്വലാം അങ്ങനെ നിൽക്കാണ്, ഗേറ്റ് കീപ്പറായിട്ട്. ചോദിച്ചു, എന്തേ? ഇത് നബിയുല്ലാഹി ഇദ്രീസ്, എന്ത് വേണം? നരകമൊന്ന് കാണണം. അപ്പോൾ ഇദ്രീസ് നബിയോടും ഇത് അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടും മാലിക് എന്ന നരകത്തിന്റെ കാവൽക്കാരൻ ചോദിച്ചു, ഡോറ് തുറന്നാൽ പ്രശ്നമാണ്, ഡോറ് തുറന്നാൽ പ്രശ്നമാണ്, കാണണോ നബിയെ? ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് കാണണം. എന്തിനാ കാണണേ? ഇത് കണ്ടിട്ട് എനിക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം, ഇബാദത്തിൽ കൂടുതൽ ശ്രദ്ധ വലുത്തണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, എനിക്ക് നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതെനിക്ക് വലിയ ആഗ്രഹം. കണ്ടാലല്ലേ അതിന്റെ തീവ്രത അറിയാൻ പറ്റും. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും എന്തെന്നറിയോ? തുറന്നു കൊടുത്തു, നരകത്തിന്റെ കവാടം തുറന്നു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയമുള്ള ഇദ്രീസ് നബി അകത്തേക്ക് കയറി. ആ പ്രവേശിച്ച് ആദ്യ രംഗം കണ്ടപ്പോഴേ ഇദ്രീസ് നബിയുടെ ബോധം പോയി എന്നാണ്. ഇദ്രീസ് നബിയുടെ ബോധം പോയി, ഉള്ളൊന്നും കണ്ടില്ല. ഡോർ, നമ്മളിപ്പോൾ വീടിന്റെ വാതിൽ തുറന്ന, വീടിന്റെ നമ്മളിങ്ങനെ ഫ്രണ്ട് സ്റ്റെപ്പിൽ നിന്ന് ഹാളും പരിസരമൊക്കെ കാണാൻ പറ്റുമല്ലോ, അതുപോലെ ഡോറ് തുറന്ന് വലത് കാലെടുത്ത് അകത്തേക്ക് വെച്ച് ഒന്ന് നോക്കിയപ്പോഴേക്ക് ഇദ്രീസ് നബിയുടെ ബോധം പോയി. അസ്രായേൽ അലൈഹി സ്വലാത്തിനെ തട്ടി എഴുന്നേപ്പിച്ചു, എണീറ്റ്, എന്താ മനുഷ്യ, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ട് ഉറങ്ങുക, ബോധം കെട്ടി വീഴുക? നബി പറഞ്ഞു, നീ കാണണ്ട, പോവാന്ന് പറഞ്ഞു. അസ്രായേൽ പറഞ്ഞു, അല്ല, ഇങ്ങ് കണ്ടെന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇല്ല, എനിക്കെല്ലാം തൃപ്തിയായി, ഒറ്റ കാണാൻ എല്ലാം ഓക്കെ, ഇനി കാണുകയും വേണ്ട, ഇതിനെക്കുറിച്ച് അറിയുകയും വേണ്ട, പടച്ചോനെ എങ്ങനെയെങ്കിലും എല്ലാം നീ വീട്ടിൽ എത്തിച്ചാൽ മതി എന്ന് ആര് പറഞ്ഞു? ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. നേരെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അസ്രായേൽ വീട്ടിലൊന്നു ചോദിച്ചു, മരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു, സാധിപ്പിച്ചു വന്നു. നരകം കാണണമെന്ന് പറഞ്ഞു, കൊണ്ടുപോയി, നിങ്ങൾ കണ്ടില്ല, നിങ്ങൾക്ക് പേടിയായി തിരിച്ചു വന്നു. ഇനി എന്താ ആഗ്രഹം? ഇദ്രീസ് നബി പറഞ്ഞു, ഇത് മൂന്നാമത്തെ ഒരു ആഗ്രഹം എന്നറിയാം. മൂന്നാമത്തെ ആഗ്രഹം, എനിക്ക് സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കണം, സ്വർഗ പ്രവേശനം എനിക്കൊന്ന് കാണണം, സ്വർഗം എനിക്കൊന്ന് കാണണം, എന്താണെന്ന് അറിയണമല്ലോ. ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിലേക്ക് പോകാൻ എനിക്ക് ആവേശം കൂട്ടണം, അതിലേക്ക് ഞാൻ ആഗ്രഹിക്കണം, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് സ്വർഗം കാണണം. അള്ളാഹുവിനോട് അസ്രായേൽ ചോദിച്ചു, പടച്ചോനെ, മൂന്നാമത് എൻ്റെ കൂട്ടുകാരൻ്റെ ആഗ്രഹം സ്വർഗം കാണണമെന്ന്, അതും കൂടി ഒന്ന് സാധിപ്പിച്ചു കൊടുത്താലോ? അള്ളാഹ് പറഞ്ഞു, കാണിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമും നേരെ സ്വർഗത്തിലേക്ക് പോയി അവിടുത്തെ എല്ലാ അനുഭൂതികളും, എല്ലാ കാഴ്ചകളും, എല്ലാ സുഖരസങ്ങളും മഹാനായ ഇദ്രീസ് നബി നടന്ന് കാണാൻ, എല്ലാ അത്യത്ഭുതങ്ങളും ഒന്ന് കാണുമ്പോൾ അതിനേക്കാൾ മെച്ചം മറ്റൊന്ന്. അങ്ങനെ സ്വർഗത്തിന്റെ അരുവികളും, സ്വർഗത്തിന്റെ പുഴകളും, സ്വർഗത്തിന്റെ കായ്ബനികളും, സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളും എല്ലാം ഇങ്ങനെ ഇദ്രീസ് നബി കണ്ട് ആകെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കാണ്. ഇദ്രീസ് നബി കുറേ നേരം ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ അസ്രായേൽ എന്നോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞു, അല്പസമയം എന്നാണ് പറഞ്ഞത്. എൻ്റെ റെക്കമെൻഡിൽ ഞാൻ അല്പസമയം കൂടി നീട്ടി തന്നതാണ് അല്ലേ. നമ്മൾ ഈ പാർക്കിലൊക്കെ പോയിരിക്കുമ്പോൾ സമയം കഴിഞ്ഞാൽ ഗേറ്റ് അവിടുത്തെ വാച്ചർമാരൊന്ന്, സെക്യൂരിറ്റി ഒന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ ഇറക്കൂലേ. അതുപോലെ അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇദ്രീസ് നബിയോട് പറഞ്ഞു, നബിയെ, പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു, ഒരല്പം കൂടി സമയം തന്നത് ഞാൻ പടച്ചോനോട് റെക്കമെൻഡ് ചെയ്തിട്ടാ, നമുക്ക് പോയാലോ നബിയെ? അപ്പൊ ഇദ്രീസ് നബി ചോദിച്ചു, അല്ല, എങ്ങോട്ട് പോകാൻ? അല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണ്ടേ? ഇദ്രീസ് നബി പറഞ്ഞു, ഞാൻ വരൂല.
അസ്രായേൽ പറഞ്ഞു അതെന്ത് പണിയാ നബി നിങ്ങൾ കാണിക്കണേ? നബിയെ നിങ്ങൾക്ക് സ്വർഗം കാണുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ കൊണ്ടുവന്നേ, ഇവിടെ നിങ്ങൾ എന്ത് പറ്റി വരുന്നില്ല? ഇദ്രീസ് നബി പറഞ്ഞു ഞാൻ വരൂല, നീ എന്ത് പറഞ്ഞാലും ശരി എന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല, ഞാൻ വരൂല. അസ്രായേൽ ആകെ കുടുങ്ങി. പടച്ചോനെ, അസ്രായേൽ റെക്കമെൻഡ് ചെയ്തിട്ടാണ് റബ്ബ് സമ്മതിച്ചത്. ആ റബ്ബിന്റെ അനുമതിക്ക് പ്രകാരം സ്വർഗം കാണിച്ച് മടങ്ങി വരാനാണ്. ഇദ്രീസ് നബി ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കണമില്ല, വരണമില്ല. സുബ്ഹാനല്ലാഹ്, തൂക്കിയെടുത്തോണ്ട് പോകാൻ പറ്റൂല, പ്രവാചകനല്ലേ, എന്ത് ചെയ്യും? അസ്രായേൽ ആകെ വിഷം. അസ്രായേൽ നബിയെ പറഞ്ഞ പറ്റിക്കരുത്, നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടാ കൊണ്ടുവന്ന, അല്പം കണ്ടാൽ മതി എന്നാ പറഞ്ഞ, നിങ്ങൾ എന്നെ ചതിക്കല്ലേ, എന്നെ നിങ്ങൾ ഇടങ്ങേറാക്കല്ലേ നബിയെ, നിങ്ങൾ എന്നോടൊന്ന് വരിൻ എന്ന് പറഞ്ഞു. പ്രവാചകനാണല്ലോ, ആദരിക്കണമല്ലോ. അസ്രായേലിനോട് ഇദ്രീസ് നബി പറഞ്ഞു നീ എന്തെന്നല്ല, നീ എന്ത് പറഞ്ഞാലും കരഞ്ഞാലും മലക്കെ, അല്ലാഹ് ഞാൻ വരൂല, സ്വർഗത്തിൽ ഞാൻ പുറത്തിറങ്ങൂല. ആകെ കുടുങ്ങി. രണ്ടുപേരും സംസാരമായി. ആ സമയത്ത് അള്ളാന്റെ ഭാഗത്ത് വിളിയാളം. അള്ളാൻ എന്ത് പറ്റി അവിടെ? അസ്രായേൽ കരഞ്ഞ്, അസ്രായേൽ സങ്കടത്തോടെ അള്ളഹാനോട് പറഞ്ഞു എന്നാണ്, പടച്ചോനെ ഈ നബി കാണിച്ച പണിയുണ്ടോ? സ്വർഗം മരിക്കണമെന്ന് പറഞ്ഞ് മരിപ്പിച്ചു, ജീവൻ കൊടുത്തു, പ്രശ്നം ഉണ്ടായില്ല. നരകം കാണണമെന്ന് പറഞ്ഞു, നരകത്തെ കൊണ്ട് കയറ്റിയത് ഓർമ്മയുള്ളൂ, അപ്പോഴേ ബോധം പോയി ആശാന്റെ, ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. സ്വർഗത്തിൽ കയറണമെന്ന് സ്വർഗത്തിൽ കൊണ്ടുവന്നു. നബിയെ പടച്ചോനെ ഇത് സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങണില്ല, ഇത് എന്ത് പരിപാടിയാ നോക്കിക്കേ, എത്ര വിളിച്ചിട്ടും വരണില്ല, പടച്ചോനെ നീയെങ്കിലും ഒന്ന് പറയുന്നു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇദ്രീസിനോട് ചോദിച്ചു നബിയെ എന്താ വിശേഷം? ഇദ്രീസ് നബി പറഞ്ഞു അൽഹംദുലില്ലാഹ് റാഹത്താണ്. എന്താ അവിടെ പ്രശ്നം? ഇദ്രീസ് നബി അള്ളാഹിനോട് സംസാരിക്കുകയാണ്, പടച്ചോനെ നീ എനിക്ക് നൽകിയ വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ ഒരുപാട് നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു അതെ ശരി തന്നെ. ഇതിൽ എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ അവൻ എന്ത് ചെയ്യും? പുനർജീവിപ്പിക്കപ്പെടും. അതെ, അള്ളാഹ് പറഞ്ഞു അതെ ശരി തന്നെ. അപ്പൊ അസ്രായേൽ പറഞ്ഞു അത് ശരി തന്നെ. രണ്ടാമത് അവനെ മഹ്ശറയിലേക്ക് കൊണ്ടുവന്ന് നരകം അവനെ ഒന്ന് കാണിക്കപ്പെടും, അതും ശരി തന്നെ. മൂന്നാമത് സ്വർഗത്തിലേക്ക് കടന്നു. ഒരു വിശ്വാസി സ്വർഗത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങൂല, അവൻ സ്വർഗത്തിൽ കാലാകാലം ജീവിക്കുമെന്നാണ് എന്നല്ലേ നീ എനിക്ക് തന്ന ഏടിൽ പറഞ്ഞിരിക്കുന്നതും ഞാൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നതും. അപ്പം അസ്രായേൽ പറഞ്ഞത് ശരിയാണ്. അള്ളാഹു സമ്മതിച്ചു, പടച്ചോനെ നീ നീതിമാനാണ്, നീയാണ് നീതിമാൻ, നീ വാക്ക് മാറ്റുന്നവനല്ല, നീ വാക്ക് മാറ്റൂലെന്ന് എനിക്ക് ഉറപ്പാ. സ്വർഗത്തിൽ കടന്നൊരു വിശ്വാസി പുറത്തിറങ്ങൂല എന്നല്ലേ നിന്റെ വാക്ക്, ഞാൻ പുറത്തിറങ്ങൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അസ്രായേലിനോട് പറഞ്ഞു അസ്രായേലേ ആ സാധനം അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ മടങ്ങി വന്നോളാൻ പറഞ്ഞു. ഇനി ആ വാക്കിൽ മാറ്റപ്പെടുത്താൻ പറ്റൂല. ഇദ്രീസ് നബി ആരാ മകൻ? ഇദ്രീസ് നബി പറഞ്ഞു പടച്ചോനെ ഒരാൾ മരിക്കും, ഞാൻ മരിച്ചു, രണ്ടാമത് എനിക്ക് പുനർജീവനം തന്നു, എനിക്ക് ജീവൻ നൽകിയ പുനർജന്മമാണ്, ഞാൻ നേരെ നരകത്തിൽ പോയി നരക വിശ്വാസികൾക്ക് നരകം ഒന്ന് കാണിക്കുമെന്നാണ്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി അത് തന്നെ നീ കാണിച്ചു തന്നു, അത് ഞാൻ കണ്ടു. സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു, സ്വർഗവും ഞാൻ കണ്ടു. ഇനി ഞാൻ എന്തിനാ പുറത്തു പോണേ? ഇനി ഞാൻ പോകൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അസ്രായേലിനോട് പറഞ്ഞു അസ്രായേൽ നീ മടങ്ങി വന്നോ, ഇദ്രീസ് നബി അവിടെ നിൽക്കട്ടെ, അവിടെ ജീവിക്കട്ടെ. 345 വയസ്സിലാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കാണാൻ പോയത് എന്നും ആ ചരിത്രം ഇന്നും മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിൽ പോകാനും ഇദ്രീസ് നബിയെ കണ്ടുമുട്ടാനും കൈയൊന്ന് മുസാഫഹത്ത് ചെയ്യാനും അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഇഷ്ടമായില്ലേ കഥകൾ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണോട്ടാ. ഇതുപോലെ കഥകൾ ഇഷ്ടമല്ലേ? നിങ്ങൾ കേൾക്കുന്നവരൊക്കെ ഇതൊന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഈ കഥകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ ഇത് കേൾപ്പിക്കുക. നമ്മുടെ മക്കൾ ഇന്ന് മൊബൈൽ ഫോൺ അഡിക്റ്റാണ്. ഈ വീഡിയോ നമ്മൾ ഈ കഥകൾ, ഇങ്ങനെ ഈ പ്രവാചക കഥകൾ, ഈ സ്വഹാബത്തിന്റെ കഥകൾ മക്കളെ കേൾപ്പിക്കണം. അവർക്ക് പഠിക്കാൻ, പാഠം ഉൾക്കൊള്ളാൻ ഒരു വലിയ സംഭവമാണ്. അല്ലാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു കഥയുമായി നാളെ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രധാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.